ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നിങ്ങളുടെ സ്വന്തം ചാനലായ ഷൈന കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോവക്കായിട്ട് അവിയലാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് കോവക്കൊക്കെ ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അടുത്തായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്പം മഞ്ഞൾപ്പൊടിയും. ഇനി അല്പം വെള്ളവും ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 3 പച്ചമുളക്, 2 അല്ലി ചുവന്നുള്ളി, കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ, 1/4 കപ്പ് തൈര് എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചമ്മന്തിയേക്കാളും കുറച്ചും കൂടി എന്നാൽ കറിക്ക് അരക്കുന്ന അത്രയും അരച്ചെടുക്കണ്ട, ആ ഒരു പാകത്തിന് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരല്പം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ കോവക്ക എന്തായി എന്ന് നോക്കാം. അപ്പോൾ കോവക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ഈ കോവക്ക വെന്തയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കോവക്ക അവിയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ളവർക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.